സർ, ഞാൻ പണം എടുത്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം സർ. സർ, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് പ്ലീസ് സർ. മോഷ്ടിക്കുന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എവിടെ? അത് ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് യാതൊരു സൗജന്യവും പ്രതീക്ഷിക്കുന്നു. സർ, സർ, ഞാൻ ഇവളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കൂ. എന്നോട് ഇങ്ങനെ ചെയ്യില്ല മാഡം, പ്ലീസ്. ഇവിടെ പിടിച്ച് ജീപ്പിക്കരുത്. സർ, മാഡം പ്ലീസ് വാടി ഇങ്ങോട്ട്. മോഷ്ടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്തായി, കൊണ്ടുപോയില്ലേ? പോലീസ് FIR ഇട്ട് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലറിയാൻ പാടുള്ളൂ. അവൾ ജീപ്പിൽ കയറി പോകാൻ നേരം എന്നെ അവളൊന്ന് രൂക്ഷമായി നോക്കി. നോക്കട്ടടോ, ഇനിയാണ് അവള് വിക്രമിന്റെ കളി കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ.
ഇരിക്കാതടോ. തനിക്കെന്താ ഞങ്ങളുടെ ബെഡ്റൂമിലെ കാര്യം? ഗെറ്റ് ഔട്ട്. പുറത്ത് പോകാനല്ലേ പറഞ്ഞേ? ഇറങ്ങി പോടോ. ഏട്ടാ, എന്താ ഇത്? കാസിമിനെ കയറൂരി വിട്ടിരിക്കണോ? അനുവാദം ഇല്ലാതെ അയാൾ നമ്മുടെ ബെഡ്റൂമിൽ വരെ കയറി തുടങ്ങി. എന്ത് മര്യാദയാണ് അയാളെ കാണിക്കുന്നത്? ചിരിക്കുന്നു. ഹരിക്ക് ബെഡ്റൂമിലും പ്രൈവസി വേണ്ടെന്നാണോ? ഈ കാസിം തീരെ ശരിയല്ല. ഇയാളെ പറഞ്ഞു വിലക്കണം, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം. കൂൾ ഡൗൺ മൈ ഗേൾ. ഇന്ന് ഞാൻ വളരെ ഹാപ്പി മൂഡിലാണ്. ഇന്ന് പരാതിയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടാണ് കാസിം ബെഡ്റൂമിൽ കയറിയത്. കാസിമിന് ദുരുദ്ദേശമൊന്നുമില്ല. റൂമിൽ നിന്നും ഈ പാക്കറ്റ് എടുക്കുന്ന ജോലി ഞാൻ കാസിമിനെ ഏൽപ്പിച്ചിരുന്നു. അവനവന്റെ ജോലി ചെയ്യാനാ ബെഡ്റൂമിൽ കയറിയത്. ഒന്ന് ശ്വസിക്കണമെങ്കിൽ പോലും എന്റെ അനുവാദം തേടുന്നവനാണ് കാസിം. അത്രയ്ക്ക് വിശ്വസ്തനാണ്. എന്നെ പോലെ തന്നെ വർഷയ്ക്ക് കാസിമിനെ വിശ്വസിക്കാം. എന്താ ഇത്ര വലിയ സന്തോഷത്തിന്റെ കാരണം? ബിസിനസ്സിൽ വലിയൊരു നേട്ടമുണ്ടായ ദിവസം എന്ന്. വലിയൊരു ശത്രുവിനെ അടിച്ചമർത്തിയ ദിവസം. അതിന്റെ ആഘോഷം വർഷയ്ക്കൊപ്പം പങ്കിടാനാണ് ഞാനൊരു പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഏട്ടാ. ഏട്ടന്റെ സന്തോഷമാ എന്റെ സന്തോഷം. ഏട്ടൻ എന്താ പരിസരബോധം ഇല്ലാതായോ? കാസിം, ഇത് നിനക്ക്. ഇന്ന് ഞാൻ എന്റെ ശത്രുവിനെ പാഠം പഠിപ്പിച്ച ദിവസം. നീ പോയി അതൊന്നും ആഘോഷിക്കുക കാസിം. ആരാ ആ ശത്രു? നീ ഗോതയിലേക്ക് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ശത്രുക്കളെ ഒന്നും അറിയില്ലല്ലോ. എല്ലാം എന്റെ വർഷ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. തൽക്കാലം കാസിമിന്റെ ശല്യം ഒഴിവായില്ലേ? Come on, my girl. ഏട്ടാ, ഹലോ, ഇത് വന്ദനയുടെ അമ്മയുടെ ഫോൺ നമ്പർ അല്ലേ? വന്ദനയുടെ അമ്മയെ സംസാരിക്കുന്നത്. ആര്? ഞാൻ വന്ദന വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഗുമസ്തനാ, സുനിൽ തിരുവല്ല. എന്തു പറ്റി? ഒരു പ്രശ്നമുണ്ട്. കേൾക്കുമ്പോ അമ്മയ്ക്ക് വിഷമം തോന്നരുത്. എന്തു പ്രശ്നം? അത് വന്ദനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വര, അറസ്റ്റോ? എന്തിന്? ഒരു മോഷണ കുറ്റമാണ്. വന്ദനയോ? ഇപ്പൊ വന്ദനയും കൊണ്ട് പോലീസ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക.
അമ്മേ എന്താ അമ്മേ? അമ്മേ എന്താ അമ്മേ? എന്താ? മോളെ, വെള്ളം വീണു. അമ്മേ അമ്മേ എന്തു പറ്റി? മനോജേ, മനോജേ. അമ്മേ, ചേച്ചി എന്താ എന്റെ അമ്മയ്ക്ക് പറ്റിയേ? അറിയില്ല അമ്മേ, അമ്മ എന്താ അമ്മേ? എഴുതി എന്താ അമ്മയ്ക്ക് പറ്റിയേ? അറിയില്ല. അമ്മേ, എന്താ അമ്മേ പറ. ഇപ്പൊ എന്നെ വന്ദന ജോലിക്ക് പോകുന്ന വക്കീൽ ഓഫീസിൽ നിന്ന് കുമസ്തം വിളിച്ചിരുന്നു. എന്നിട്ട് വന്ദനെ പോലീസുകാര് മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. മോഷണം? മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തെന്നു? അതിന് വന്ദനേച്ചി മോഷ്ടിക്കില്ലല്ലോ. കുഞ്ഞിനെ കൊല്ലോ അമ്മ. എനിക്കിപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോണം. മോളെ, എനിക്കിപ്പോ തന്നെ പോണം മോനെ. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ അമ്മ. നമുക്ക് പോവാം. അമ്മേ, അമ്മേ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്തൊക്കെ കേട്ടാലാ ഈ ജന്മം ഒന്ന് ഒടുങ്ങുന്നത്. അന്യന്റെ ഒരു പൈസ പോലും മനസ്സറിഞ്ഞെടുക്കാത്ത വന്ദന മോഷ്ടിച്ചെന്നോ? എന്താ മോഷ്ടിച്ചേ? എവിടുന്നാ മോഷ്ടിച്ചേ? ആരാ പരാതി കൊടുത്തേ? ഒന്നും അറിയില്ലല്ലോ എന്റെ ഭഗവാനെ. അയ്യോ, എനിക്ക് അയ്യോ. എന്താ അച്ഛമ്മേ? എന്തു പറ്റി? രാജീവന്റെ മരണം അന്വേഷിക്കാൻ പരാതി കൊടുത്ത അന്ന് തുടങ്ങിയതാ അവക്ക് ഈ ശനിദശ. ഒന്നും വേണ്ട വേണ്ട എന്ന് മാധവൻ കാല് പിടിച്ച് പറഞ്ഞതാ, കേട്ടില്ല. ജാതകദോഷമുള്ള പെണ്ണാണെന്ന് ഇനി അറിയാൻ ബാക്കി ആരുമില്ല. ഇനി കള്ളിയാണെന്ന് കൂടി പരസ്യപ്പെട്ട എന്റെ കുഞ്ഞിന്റെ ഗതി എന്താവും ഭഗവാനെ? എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ലേ. അയ്യോ എന്റെ മോളെ. അച്ഛമ്മേ, വിജയിച്ചടോ, വിജയിച്ചു. ആ വന്ദനയ്ക്ക് മൂക്ക് കയറാനുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടില്ലേ? തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളിൽ നിന്ന് പോലും അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ, അല്ലേ? ഇനി നമുക്ക് ആ ഗതികേടുണ്ടാവില്ല. നിയമം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് വർഗീസിനോടാ കളിച്ചിരിക്കുന്നത്. വന്ദനയ്ക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും വക്കീൽ അടച്ചിരിക്കും. ചുരുങ്ങിയത് ഒരു 6 വർഷത്തെ ശിക്ഷയെങ്കിലും വക്കീൽ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പിന്നെ മറ്റൊരു അനുകൂല ഘടകം കൂടി കാണുന്നുണ്ട്. ദിയമോളെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു പരാതി ഇതിനു മുമ്പ്
രാഖിയും സാഗറും കൂടി വന്ദനയ്ക്കെതിരെ കൊടുത്തിരുന്നു. അന്ന് ഇതേ വന്ദന ഇൻസ്പെക്ടറെ മൂക്കുകൊണ്ട് ഇക്ഷ എന്ന് എഴുതിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതേ അന്നുള്ള പോലീസുകാർക്കൊന്നും ആ അരിശം തീർന്നു കാണില്ല. ഇൻസ്പെക്ടർക്ക് അവളോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. വന്ദനെ പരമാവധി വെള്ളം കുടിപ്പിക്കാൻ പറ്റും. എന്നാലും എന്റെ കുറുപ്പ് സാറേ, വക്കീലിന്റെ ആഫീസിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള ധൈര്യം ഈ വന്ദനയ്ക്കുണ്ടായല്ലോ. കെട്ട കൂട്ടങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവളാ. അവളുടെ തന്ത മാധവൻ ഒരു പേര് കേട്ട കുടുംബത്തിൽ നിന്ന് ചന്ദ്രിക അടിച്ചുകൊണ്ട് വന്നവനല്ലേ. ഈ വന്ദനയുടെ സഹോദരൻ മനോജ് എന്ന് പറയുന്ന വൃത്തി കേട്ട തേണ്ടി എന്റെ മോളെ മോഷ്ടിച്ചോണ്ട് പോയില്ലേ. അപ്പോ അച്ഛനും മോനും പെണ്ണ് മോഷ്ടിച്ചപ്പോ സഹോദരി പണവും മോഷ്ടിച്ചു. സ്വാഭാവികം. വന്ദനയുടെ വിശേഷം എന്താണെന്നും പറഞ്ഞുകൊണ്ട് ആ ഇൻസ്പെക്ടറുടെ വിളിയൊന്നും വരുന്നില്ലല്ലോ. വിളിക്കാൻ എന്തിരിക്കുന്നു? ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെ ചാർജ് ചെയ്യും. കോടതിയിൽ ഹാജരാക്കിയാൽ 14 ദിവസത്തെ റിമാൻഡിനുള്ള വകുപ്പ് വക്കീൽ ഒപ്പിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേസായി. വന്ദനയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അഡ്വക്കേറ്റ് വർഗീസിനാണോ പ്രയാസം? വരുമ്പോട്ടോളൂ 6 വർഷം കടന്ന് നരയിക്കട്ടെ. രാജീവിന്റെ മരണം കൊലപാതകമാണെന്ന് അവളുടെ മുറവിളിയൊക്കെ ചവറ്റുകൊട്ടെ കിടന്ന് ചെതലരിക്കട്ടെ. അമ്മ വിഷമിക്കല്ലേ. എന്റെ മോളെ ആ കാലന്മാരെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലാക്കുന്നതിന് മുൻപ് ഒന്ന് വേഗം പോ. പോലീസുകാർക്കല്ല അല്ലെങ്കിൽ എന്റെ മോളോട് പകയാ. അവരുടെ മുന്നിൽ കിട്ടിയ എന്റെ കുഞ്ഞിനെ കൊല്ല ചെയ്യും. ഒന്ന് വേഗം പോ. ബഹളം വെക്കാതമ്മേ, വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവല്ലേ. നമ്മൾ സ്റ്റേഷൻ എത്താറായി. ഹരിതേ, നിന്റെ അച്ഛൻ കുറുപ്പ് സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. സാറ് വിചാരിച്ചാലേ വന്ദനയെ രക്ഷപ്പെടുത്താൻ പറ്റും. ഒന്ന് വിളിക്ക് ഹരിതേ. വിളിക്കും മോളെ. ആരോ എന്റെ മോളെ ചതിക്കാൻ കള്ളക്കേസ് കൊടുത്തതാ. വെറുതെ വിളിച്ച് നാണം കെടുന്നതിനേക്കാൾ നല്ലത് വിളിക്കാതിരിക്കുന്ന. എടോ, കാല് കൊടുത്തൊന്ന് വീട്. ശരി സാർ. ഹരിതേ, കുറുപ്പ് സാറിനെ ഒന്ന് വിളിക്ക്. വിളിക്കും മോളെ. ഒന്ന് വിളിക്കുകയല്ലേ. ഇൻസ്പെക്ടർ ആയിരിക്കും. അല്ല, മോള ഹരിത. എന്നാ ഫോൺ എടുക്കണ്ട സാറേ. അച്ഛന്റെ സുഖവരം അന്വേഷിക്കാൻ മോള് വിളിക്കുന്നതല്ല, വന്ദനെ രക്ഷിക്കണമെന്ന ഹരിതയുടെ നിലവിളിയായിരിക്കും സാർ കേൾക്കാൻ പോകുന്നത്. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. എന്റെ മോള് ഗർഭിണി. വല്ല അസ്വസ്ഥത എങ്ങാനും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കാനുള്ള മരുമക്കളും മറ്റാൾക്കാർക്കും ഉണ്ടല്ലോ. സാറ് ഫോൺ എടുക്കണ്ട സാറേ. ഫോൺ എടുക്കുമ്പോൾ വന്ദനെ രക്ഷിച്ചേ പറ്റുമെന്നാണ് മോളുടെ തീരുമാനമെങ്കിൽ സാർ അത് ചെയ്യുമോ? വന്ദനെ രക്ഷിക്കാനോ? എന്റെ പട്ടി രക്ഷിക്കും. എന്നാ സാർ ഹരിതയുടെ ഫോൺ എടുക്കണ്ട. ഹരിതയാണല്ലോ. ഹലോ, എന്താ ഹരിതേ? ഏട്ടാ, ഏട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ ആൽത്ര ജംഗ്ഷനിൽ. എന്താ ഹരിതേ? ഏട്ടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ, പറഞ്ഞോ. ഏട്ടൻ തിരക്കിലാണോ? അല്ല. ഏട്ടാ, വന്ദനേച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ? അറസ്റ്റോ? എന്തിന്? അഡ്വക്കേറ്റ് വർഗീസിന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്നാ പരാതി.
മോഷണോ? കള്ളക്കേസായിട്ടാ. അല്ല, ഇപ്പൊ വന്നിട്ട് എവിടെയുണ്ട്? ഫോർട്ട് സ്റ്റേഷനിലാ. ഏട്ടനെ എത്രയും പെട്ടെന്ന് വന്ദനേച്ചി രക്ഷിക്കണം. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുവോ? ആ, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ എത്താം. ശരി ഏട്ടാ. ഏട്ടൻ സ്റ്റേഷനിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനായി. വന്ദന പണം മോഷ്ടിച്ചെന്നു. അഹങ്കാരം ധിക്കാരിയൊക്കെ ആണെങ്കിലും തന്നെ ഒരിക്കലും പണം മോഷ്ടിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്.